بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇസ്ലാം ദീൻ വളരെ സമ്പൂർണവും മനുഷ്യരുടെ വിജയത്തിന് അനിവാര്യവും ആയ സംഗതികളാണ് ഈ ദീനിലുള്ളത്. ഓരോ മനുഷ്യനും അവൻ്റെ അവകാശങ്ങളും അവന് ലഭിക്കേണ്ട അർഹതപ്പെട്ട എല്ലാ കാര്യങ്ങളും നൽകുക എന്നത് ഇസ്ലാമിൻ്റെ നിയമവുമാണ്. മനുഷ്യ സമൂഹത്തിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, മുതിർന്നവരുണ്ട്, കുട്ടികളുണ്ട്. ഈ എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്, അവരുടേതായ ചുമതലകളുമുണ്ട്. ഇത് പരിഗണിക്കാതെ പോയാൽ പ്രശ്നങ്ങളാണ്. ഇപ്പം കഴിവുള്ള ആളുകളുണ്ട്, കഴിവ് കുറഞ്ഞ ആളുകളുണ്ട്, പണമുള്ള ആളുകളുണ്ട്, പണമില്ലാത്ത ആളുകളുണ്ട്. ഇവരെല്ലാം കൂടി ജീവിച്ചു പോരേണ്ട ഈ സമൂഹത്തിൽ ഓരോരുത്തർക്കും ലഭിക്കേണ്ട അവകാശങ്ങൾ ലഭിച്ചേ മതിയാവൂ. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീ സമൂഹം. സ്ത്രീകൾക്ക് ലഭിക്കേണ്ട മുഴുവൻ അവകാശങ്ങളും ലഭിക്കണമെന്നും അവർക്കർഹതപ്പെട്ടത് നിഷേധിക്കാൻ പാടില്ല എന്നും ഈ 21-ാം നൂറ്റാണ്ടിലും പറയേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് ലോക വനിതാ ദിനമാണ്. അത് പ്രഖ്യാപിച്ചത് ഐക്യരാഷ്ട്രസഭയാണ്, യുണൈറ്റഡ് നേഷൻസ്. എന്തിനാണ് ഇങ്ങനെ ഒരു ദിനം? ലോകത്തെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ആളുകൾ സ്ത്രീകളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തണം എന്ന ബോധവൽക്കരണം നടത്താനാണ്. ഇനി നിങ്ങൾക്ക് പത്രത്തിൽ കാണാം, എഡിറ്റ് പേജിൽ തന്നെ ലോക വനിതാ ദിനത്തെക്കുറിച്ചുള്ള ലേഖനങ്ങളാണ്. മറ്റു മാധ്യമങ്ങളിലും അത് കാണാൻ സാധിക്കും. ഇപ്പോൾ സ്ത്രീകളോട് അക്രമം കാണിക്കരുത്, സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കരുത്, സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കരുത്, സ്ത്രീകളെ ചൂഷണം ചെയ്യരുത് എന്ന് പഠിപ്പിക്കേണ്ടി വന്നു ഈ ആധുനിക ശാസ്ത്ര സാങ്കേതിക കാലഘട്ടത്തിൽ പോലും. ഇവിടെ മുസ്ലിമീങ്ങൾ എന്ന നിലക്ക്, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അനുയായികൾ എന്ന നിലക്ക്
ഇസ്ലാം ദീൻ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ഇസ്ലാം ദീനിൽ ഇതിൽ വന്നിട്ടുള്ള നിയമങ്ങളെന്ത്? അള്ളാഹുവിൻ്റെ കിതാബ് വിശുദ്ധ ഖുർആനിൽ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു? അഷ്റഫുൽ ഖൽഖായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. എന്തിനാണ് നമ്മൾ അറിയണമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, പലപ്പോഴും മുസ്ലിമീങ്ങൾ ഇതറിയാത്തതിൻ്റെ പേരിൽ മുസ്ലിം കുടുംബങ്ങളിൽ പ്രശ്നമുണ്ട്, മുസ്ലിം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ട്, മുസ്ലിം ഭർത്താക്കന്മാർ ക്രൂരമായി പെരുമാറുന്നവരുണ്ട്. അതവർ മനസ്സിലാക്കണ്ടേ? അത് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ഒരു സ്ത്രീ ഏതെല്ലാം പദവികളിൽ ഉണ്ടാകുന്നു. ഒരു പെൺകുട്ടി, ഒരു സഹോദരി, അതുപോലെ ഒരു ഭാര്യ അല്ലെങ്കിൽ ഇണ, ഒരു മാതാവ്. ഈ നിലകളിലെല്ലാം ഒരു സ്ത്രീക്ക് സ്ഥാനങ്ങളുണ്ട്. ഈ ഓരോ നിലയിലും എങ്ങനെ അവളോട് പെരുമാറണം എന്നത് ഇസ്ലാം ദീനിൽ നിയമമുണ്ട്. പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് പരിഗണന നൽകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചിട്ടുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളുമുള്ള ഒരാൾ പെൺകുട്ടികളെ കൂടുതൽ ആദരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികളെ പൊറ്റി വലുതാക്കി വിവാഹം ചെയ്ത് അയക്കുന്ന മനുഷ്യന് വലിയ പുണ്യമുണ്ട് എന്ന് ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മകൾ ഏറ്റവും പരിഗണിക്കപ്പെടണം എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ച സംഗതിയാണ്. ഖുർആനിൽ ഭാര്യ ഭർത്താവ് എന്ന് അങ്ങനെ രണ്ട് വാക്കില്ല. മലയാളത്തിൽ ഭാര്യ ഭരിക്കപ്പെടുന്നവരും ഭർത്താവ് ഭരിക്കുന്നവനുമാണല്ലോ. ഖുർആൻ പറഞ്ഞത് വഖലഖനാകും അസ്വാജാണ്, നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു എന്നാണ്. അസ്വാജ്, സൗജ് എന്നതിൻ്റെ ബഹുവചനമാണത്. അത് പുരുഷനാകുമ്പോൾ സൗജ് എന്നും സ്ത്രീ ആകുമ്പോൾ സൗജത്ത് എന്നും പറയുന്നു എന്നതേ ഉള്ളൂ. അപ്പോൾ ജോഡി എന്നാണ് ഈ സൗജ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇണ എന്നാണ്. ഇണ ശരിക്ക് തുല്യ പ്രാധാന്യമുള്ളതാണ്. തുല്യ പ്രാധാന്യം എന്ന് പറയുന്നത് സാധാരണ നിക്കാഹിൻ്റെ ഉപദേശത്തിലൊക്കെ പറയും, ആണും പെണ്ണും ഇണകളായി ജീവിക്കണം, ആ ഇണകൾ ഒന്നിച്ച് നീങ്ങണം. ഒരു പക്ഷിയുടെ രണ്ട് ചിറകുകൾ പോലെ, ഒരു വാഹനത്തിൻ്റെ രണ്ട് ചക്രം പോലെ എന്നൊക്കെ പറഞ്ഞാൽ അതിലൊന്നൊടിഞ്ഞു പോയാൽ മറ്റതിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പം കുടുംബത്തിലെ ഇണകൾ ആ നിലയിൽ പരിഗണനയിൽ മുന്നോട്ട് പോകണമെന്നാണ്. അതേപോലെ തന്നെ ഈ ഇണകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഖുർആൻ നിയമം പറഞ്ഞു. അത് തമ്മിൽ ഉപദേശിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുകയും അതും ശരിയായില്ലെങ്കിൽ കുടുംബത്തിലെ കൈകാര്യകർത്താക്കന്മാർ ഇടപെടുകയും ഒക്കെ ചെയ്യണം എന്നാണ്. എന്നല്ലാതെ ദേഷ്യം പിടിച്ചുകൊണ്ട് ക്രൂരന്മാരായി സ്ത്രീകളോട് പെരുമാറാൻ പാടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കിയാൽ അത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖിയാറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ തൻ്റെ കുടുംബത്തിൽ ഏറ്റവും നല്ല നിലക്ക് പെരുമാറുന്നവനാണ്. ഏറ്റവും നല്ല മനുഷ്യൻ അങ്ങനെയാണ് എന്നാണ്. നല്ല ആളായിട്ട് ലോകം മുഴുവൻ അറിയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. നല്ല മനുഷ്യനാണ് എന്ന് എല്ലാവരും പറഞ്ഞിട്ട് കാര്യമില്ല. നേരെ മറിച്ച് അത് സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഭാര്യമാരിൽ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായി വരികയാണ് വേണ്ടത്. അതെങ്ങനെ ഉണ്ടായിത്തീരും? നബി പറഞ്ഞു, അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ നിങ്ങളെക്കാളും എൻ്റെ കുടുംബത്തിൽ ഏറ്റവും നല്ല പെരുമാറ്റമുള്ള ഹൈറായി പ്രവർത്തിക്കുന്ന ആളാകുന്നു എന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടുകാരോട്, നമ്മുടെ അയൽവാസികളോട്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ആളുകളോട് ഒക്കെ നല്ല പെരുമാറ്റമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കൂടെ ജീവിക്കുന്ന ഇണയോട് നല്ല പെരുമാറ്റമില്ലാത്ത മനുഷ്യൻ നല്ലവനാകുന്നു എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ആരാണ് സ്ത്രീ എന്നറിയോ? സ്ത്രീയുടെ മഹത്വം പൊതുവെ ഏറെക്കുറെ പകുതി ഭാഗം സ്ത്രീകളാണല്ലോ ജനസംഖ്യയിൽ. ചില സ്ഥലത്തൊക്കെ കുറച്ചധികം ഉണ്ടാകും. അപ്പോൾ സമൂഹത്തിൻ്റെ അർദ്ധഭാഗമാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ തന്നെ അവൾക്ക് വലിയ മഹത്വമല്ലേ? എന്നാൽ മറ്റേ അർദ്ധഭാഗത്തെ ഉണ്ടാക്കുന്നതും ഈ സ്ത്രീയാണ്. അത് നമ്മൾ കാണണം. ഇപ്പോൾ പുരുഷന്മാരെ വളർത്തിയെടുക്കുന്നത്, അവരെ സ്വഭാവം പഠിപ്പിക്കുന്നത്, അവരെ സംസ്കാരമുള്ളവരാക്കുന്നത് അതും ഉമ്മയാണല്ലോ. അപ്പോൾ സമൂഹത്തിലെ അർദ്ധഭാഗം സ്ത്രീകളാണ്, മറ്റേ അർദ്ധഭാഗത്തെ സൃഷ്ടിച്ച് വലുതാക്കിക്കൊണ്ടുവരുന്നതും സ്ത്രീകളാണ്. ആ നിലക്കുള്ള പദവിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ബോധ്യപ്പെടുത്തിയത്. ഒരാൾ വന്നിട്ട് ചോദിച്ചു നബിയോട്,
അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ ഏറ്റവും ബന്ധപ്പെട്ട, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ട ആൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. ഉമ്മയോടാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ നല്ല നിലയിൽ ആദരവും ബഹുമാനവും സ്നേഹവും ബാധ്യതകളും ഒക്കെ നിലനിർത്തി പെരുമാറേണ്ടത്. ആ സഹാബി ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോടാ? അപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. മൂന്നാമതും ചോദിച്ചു, സുമ്മമൻ, ഇനി ആരോടാണ്? അതിൻ്റെ മറുപടിയും ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. പിന്നെയും ചോദിച്ചു, ആരാണ്? അപ്പോൾ പറഞ്ഞു, നിന്റെ പിതാവിനോടാണ്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാതാവിനുള്ള സ്ഥാനമാണ് ആ പറയുന്നത്. അതുകൊണ്ട് പിതാവിന് സ്ഥാനമില്ല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് മുമ്പ് നൽകിയ കുറേ ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശത്തിൽ ഒന്ന്, ഇസ്തൗസൂ ബിൻ നിസാഇ ഖൈറാ, നിങ്ങൾ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഖൈറായ കാര്യം എന്നിൽ നിന്ന് നിങ്ങൾ കേൾക്കണം എന്നാണ്. ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ് എന്നാണ്. സ്ത്രീകളോട് നല്ല നിലയിൽ പെരുമാറണം എന്ന കാര്യം, അത് അത്രയും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്നതുകൊണ്ടാണല്ലോ ആ സമയത്ത് പോലും അങ്ങനെ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അടുത്ത് എങ്ങനെയാ? ലിരിജാലി നസീബും മിമ്മക്തസബു വലിന്നിസായി നസീബും മിമ്മക്തസബിന, ആണുങ്ങൾക്ക് അവർ സമ്പാദിച്ചതിൽ ഓഹരിയുണ്ട്, പെണ്ണുങ്ങൾക്ക് അവർ സമ്പാദിച്ചതിൻ്റെ ഓഹരിയുമുണ്ട് എന്നാണ്. അപ്പം അള്ളാഹിൻ്റെ അടുത്ത് ആണാണ് പെണ്ണാണ് എന്നതിൻ്റെ പേരിൽ ഒരു പണി ചെയ്തതിന് കൂലി കിട്ടാതിരിക്കൂല. ഇപ്പം നമ്മൾ വലിയ സംഭവമായി പറയില്ലേ, തുല്യ ജോലിക്ക് തുല്യ വേതനം, ആൺ പെണ്ണ് വ്യത്യാസം പാടില്ല, അതൊക്കെ ഇപ്പോൾ വരുന്നേ ഉള്ളൂ. അള്ളാഹിൻ്റെ അടുത്ത് നേരത്തെ തന്നെ ആണായാലും പെണ്ണായാലും അള്ളാഹു നൽകുന്നത്, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയന്നഹും അമലഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവർക്ക് അള്ളാഹു തആല നൽകുന്നത് എന്താ? ആണാവട്ടെ പെണ്ണാവട്ടെ, അവരെ അള്ളാഹു തആല നല്ല ഒരു ജീവിതം നൽകും, അവർ ചെയ്ത പ്രവർത്തനത്തിന് ഏറ്റവും നല്ല പ്രതിഫലവും നൽകും എന്ന് അള്ളാഹ് ബോധ്യപ്പെടുത്തുകയാണ്. അത് പെണ്ണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവഗണനയും അള്ളാഹുവിൻ്റെ അടുത്തില്ല എന്ന് നമ്മൾ കാണണം. സ്വത്തവകാശം നോക്കൂ, സ്വത്ത് തന്നെ കൊടുക്കില്ലായിരുന്നു പെൺകുട്ടികൾക്ക് അടുത്ത കാലം വരെ. പെൺകുട്ടികൾക്ക് പല സമൂഹത്തിലും പല മതത്തിലും ഒരു പൈസയും മാതാവിൻ്റെയോ പിതാവിൻ്റെയോ അവകാശ സ്വത്തിലില്ലായിരുന്നു. ആ കാലത്താണ് ഖുർആൻ പറയുന്നത്, യൂസിക്കുമുല്ലാഹു ഫീ ഔലാദിക്കും ലിദക്കരി മിസ്ലു ഹല്ലിൽ ഉൻസയൈനി. അല്ലാഹു തആല നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നിങ്ങളെ ഉപദേശിക്കുകയാണ്, ആൺകുട്ടിക്ക് 2 പെണ്ണിൻ്റെ ഓഹരി ഉണ്ടാകും എന്ന്. അപ്പോൾ സ്വത്താവകാശം ഇത് പലപ്പോഴും വിമർശിക്കുന്ന ഒരു കാര്യമാണ്. ഇസ്ലാമിൽ പെണ്ണിന് ആണിൻ്റെ പകുതിയാണ് സ്വത്ത് എന്ന് പറഞ്ഞിട്ട്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ മുഴുവൻ കാര്യം അറിയണം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ദീനിൽ സാമ്പത്തികമായ ഒരു ഇടപാടും ബാധ്യതയായി നിശ്ചയിച്ചിട്ടില്ല. ഇപ്പം ഭാര്യയുടെ ചെലവിന് കൊടുക്കേണ്ടത്, താമസ സൗകര്യം നൽകേണ്ടത്, ഭക്ഷണം നൽകേണ്ടത്, ചികിത്സ നൽകേണ്ടത്, കുഞ്ഞുങ്ങളുണ്ടായാൽ അവരെ നോക്കേണ്ടത്, അവരെ പഠിപ്പിക്കേണ്ടത്, അവരെ വളർത്തേണ്ടത്, എല്ലാ ചെലവുകളും കൊടുക്കേണ്ടത് പുരുഷനാണ്. തലാക്ക് ചെല്ലപ്പെട്ട പെണ്ണ് ആ സമയത്ത് കുഞ്ഞിന് മുല കൊടുക്കുമ്പോൾ അതിന് വേതനം കൂടി കൊടുക്കണം എന്ന് പറഞ്ഞു, പണവും കൂടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ പുരുഷൻ ആണ് കുടുംബത്തിലെ എല്ലാ ചെലവും വഹിക്കേണ്ടത് എന്നാണ്. അപ്പോൾ സ്ത്രീക്ക് സ്വത്ത് തന്നെ കൊടുക്കേണ്ടതില്ലല്ലോ ആ അർത്ഥത്തിൽ ഇങ്ങനെയാണെങ്കിൽ. എന്നിട്ടും പുരുഷൻ്റെ പകുതി സ്വത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ പുരുഷനാണ് അധികം കിട്ടിയത് ഫലത്തിൽ, അല്ല സ്ത്രീക്കാണ് അധികം കിട്ടിയത് ഫലത്തിൽ. കാരണം അവൾക്ക് ചെലവില്ലല്ലോ, അവൾ കൊടുക്കുന്നതും സഹായിക്കുന്നതും നല്ലത് തന്നെ, അത് മനുഷ്യത്വപരമായ മറ്റൊരു വിഷയമാണ്. നിയമപരമായി നോക്കുമ്പോഴേ പുരുഷനാണ് ചെലവഴിക്കേണ്ടത്, സ്ത്രീ ചെലവഴിക്കേണ്ടതില്ല. എന്നിട്ടും സ്ത്രീക്ക് സ്വത്ത് കൊടുക്കുകയും ചെയ്തു. എന്നാൽ സ്ത്രീയും പുരുഷനും ഒരുപോലെ സ്വത്ത് വരുന്നുണ്ടല്ലോ അല്ലേ? മാതാപിതാക്കൾക്ക് ഒരു മകൻ മരിച്ചുപോയാൽ മാതാപിതാക്കൾക്ക് സ്വത്ത് മടങ്ങുന്നത് എങ്ങനെയാണ്? അത് തുല്യമായിട്ടാണ്. ലിക്കുല്ലി വാഹിദും മിൻഹും സുദുസ്, അവർ 2 പേർക്കും സുദുസ് 6-1 കിട്ടുമെന്ന് പറഞ്ഞത് വാപ്പാക്കും കിട്ടും ഉമ്മക്കും കിട്ടും. അവിടെ എന്താ? അവിടെ അവരുടെ ആ ജീവിത കാലഘട്ടവും അവരുടെ അവശതയും അവരുടെ സംഗതികളൊക്കെ അല്ലെങ്കിൽ പരിഗണിച്ചുകൊണ്ടുള്ള സംഗതിയാണ്. പിന്നെ നിങ്ങൾ നോക്കൂ, പ്രകൃതിപരമായി
പ്രകൃതിപരമായി ഒരാളോട് അവർക്ക് കഴിയാത്തത് കൽപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചത് ആണും പെണ്ണുമായ, അത് രണ്ട് ശരീരമാണ്, 2 തരം മനസ്സാണ്, 2 തരം ആരോഗ്യമാണ്, എല്ലാം വ്യത്യാസമുണ്ട്. തലച്ചോറിൽ വരെ വ്യത്യാസമുണ്ട് എന്നാ, സെല്ലുകളിൽ വ്യത്യാസമുണ്ട് എന്നാ, ഒക്കെ വ്യത്യാസമുണ്ട്. അത് നമ്മൾ ഒന്നാക്കാന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പറയാം ഗർഭം ധരിക്കണം, പിന്നെ പ്രസവിക്കണം, മുലയൂട്ടണം, ഈ കാര്യങ്ങളൊന്നും പുരുഷന് ചെയ്യാൻ കഴിയുന്നതല്ല, ഒരു വലിയ സംഗതികളല്ലേ, അത് പെണ്ണിന് മാത്രമേ കഴിയുക. അപ്പോൾ ആ കാലഘട്ടങ്ങളെ പരിഗണിക്കേണ്ടതല്ലേ. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഭൗതികമായ പ്രകൃതിപരമായ കാര്യങ്ങൾ പരിഗണിക്കണം. ആ പരിഗണനയില്ലാതെ നമ്മൾ തുല്യതയുണ്ടാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. റിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫദ്ദലല്ലാഹു ബഅദുഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. പുരുഷന്മാരാണ് സ്ത്രീകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ സഹായിക്കാനാണത്. അവിടെ പറഞ്ഞു തന്നെ ശാരീരികമായും മാനസികമായും ഉള്ള ആ വ്യത്യാസമാണ്. അള്ളാഹ് ചിലരെക്കാൾ ശ്രേഷ്ഠപ്പെടുത്തി എന്ന് പറഞ്ഞാൽ പെണ്ണിനെ അവഗണിച്ചു എന്നല്ല. നമുക്കറിയാലോ. ഇപ്പം നോക്കൂ, ഇപ്പം ഒന്ന് വനിതാ ദിനം എന്നാണ്, എന്താ ഒരു പുരുഷ ദിനം ഇല്ലാത്തത്? പുരുഷ ദിനം എന്നാണ് ഒന്ന് കൊണ്ടാടാത്തതും പ്രഖ്യാപിക്കാത്തതും എന്താ? ഇവർക്ക് തന്നെയാണ് പ്രശ്നമുള്ളത് എന്നതുകൊണ്ടാണ്. അവിടെ അള്ളാഹ് പറഞ്ഞു വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, അവരുടെ പണം ചെലവഴിക്കുന്നത് കൊണ്ട് എന്ന്. ആ ആയത്തിൻ്റെ തഫ്സീറിൽ, ചില തഫ്സീറിൽ ഇതും കൂടിയുണ്ട്. കല്യാണം കഴിക്കുന്ന സമയത്ത് പോലും പുരുഷൻ പെണ്ണിന് പണം നൽകുന്നു എന്നതാണ്. മഹർ കൊടുക്കുന്നു, അവർക്ക് വേണ്ടി എല്ലാം നൽകുന്നു, അതുമാതിരി തന്നെ സംരക്ഷണം ഏറ്റെടുക്കുന്നു. അതൊക്കെ നമ്മൾ പൊളിച്ചു, നമ്മളത് തിരിച്ചാക്കി. പെണ്ണിനോട് പൈസ വാങ്ങുക, പെണ്ണിൻ്റെ കുടുംബക്കാരോട് പൈസ വാങ്ങുക, സ്ത്രീധനം വാങ്ങുക, ആഭരണത്തിന് കണക്ക് പറയുക. അങ്ങനെ അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹു വെച്ച ഒരു ക്രമം തെറ്റിക്കുമ്പോഴുണ്ടാകുന്ന നാശവും കുഴപ്പവും നമ്മൾ അനുഭവിക്കേണ്ടി വരും. പിന്നെ അല്ലാഹു തആല മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറഞ്ഞെടുത്ത് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിന്നാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. അവിടെ നിങ്ങൾ നോക്കൂ, അള്ളാഹു പറയുന്നത് എന്താ? നിങ്ങളെ ഒരൊറ്റ നഫ്സിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്നാണ്. അതിൽ നിന്ന് തന്നെയാണ് അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചതെന്നാണ്. മനുഷ്യ മനസ്സുണ്ടല്ലോ, മനുഷ്യൻ്റെ ആത്മാവുണ്ടല്ലോ, അതൊക്കെ ഒന്ന് തന്നെയാകുന്നു എന്ന് ഖുർആൻ പറയുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചത് പറഞ്ഞിടത്തും ഇന്നാ ഖലഖനാക്കും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഒരു സ്ത്രീയോടും അവൾ ഏത് ഘട്ടത്തിലാണെങ്കിലും അപമര്യാദയായി പെരുമാറുക എന്നത് ഒരു മനുഷ്യന് പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ എങ്ങനെയാ? കുടുംബത്തിൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് നിങ്ങളെ വീട്ടിലുണ്ടായിരുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ ഞങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നും ബാക്കി എല്ലാം മറന്നു എന്ന്. എന്നാൽ അത്ര ഇണകളുമായി ബന്ധമുണ്ടായിരുന്നു എന്ന്. എന്നാൽ ഭാര്യൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് വേറെ ആൾക്ക് ഫോൺ ചെയ്യല്ല, അതല്ലെങ്കിൽ ഭാര്യ സംസാരിക്കുമ്പോൾ അത് അശ്രദ്ധമായിരിക്കല്ല, അവരുടെ കൂടെ ആയിരുന്നു എന്നാണ്. അവരുടെ കൂടെ ആയിരുന്നു. ഇന്നിപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അതല്ലേ, ഒരാൾ വീട്ടിലേക്ക് വരുന്നത്, അവിടെ കാത്തിരിക്കുന്ന സ്ത്രീയെ പരിഗണിക്കാതിരിക്കുന്നത്, ഭാര്യയെ, അതല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാതിരിക്കുക, ഇതൊക്കെ ഭയങ്കര സംഘർഷമുണ്ടാക്കുന്ന സംഗതികളാണ്. കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, പ്രശ്നങ്ങളൊക്കെ കാരണമാണ്. അപ്പോൾ സൗജ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞ് അങ്ങനെ പോകാൻ കഴിയണം. അതുമല്ല അള്ളാഹിൻ്റെ റസൂല് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് കൂടി കൊടുക്കായിരുന്നു എന്നാണ്. ഈ സ്ത്രീ വിമോചന പ്രസ്ഥാനമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പുള്ള സംഗതിയാണത്. നമ്മളാരോ ചെയ്യുന്നുണ്ടോ? അതും വേണം, അതും ഇഷ്ടം കൂട്ടുന്നതാണ്. ഇപ്പം അടുക്കളപ്പണിക്ക് ഭാര്യമാരെ സഹായിച്ചു നോക്കൂ നിങ്ങൾ, അത് വലിയ ഭാരിച്ചതാണ്. നിങ്ങൾ അവിടെ ഉണ്ടായാൽ തന്നെ മതിയാവും എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഹൃദയങ്ങൾ തമ്മിൽ അടുക്കുന്ന വിധത്തിലായിരുന്നു എന്നാണ് ആയിഷാബി പറഞ്ഞതാണത്. എന്നിട്ട് പറയും പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ റസൂലുള്ളാഹി ഞങ്ങളൊക്കെ മറന്ന് എന്നും ഞങ്ങൾക്ക് തോന്നുന്നതാണ്. പിന്നെ നിസ്കാരവും പള്ളിയൊക്കെ തന്നെ സംഗതി. അപ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇണകളുമായി ഇഴകിച്ചേർന്ന് ഒരു മനസ്സായി ഒരാത്മാവെന്ന നിലക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ മാത്രം. നോക്കൂ, പരിഗണന പറയുന്നിടത്ത് വാപ്പയും ഉമ്മയുണ്ടല്ലോ, നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞല്ലോ, നമ്മളോട് പെരുമാറാൻ പറഞ്ഞു. അള്ളാഹു പറഞ്ഞു ഫലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ, അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു വാക്ക് നിങ്ങൾ പറയരുത്. ഉമ്മയായാലും വാപ്പയായാലും രണ്ടുപേരോടും നിങ്ങൾ മോശം വാക്ക് പറയരുത്. വലാ തൻഹറുഹുമാ, അവരെ വെറുക്കുകയും ചെയ്യരുത്. അതും പോരാ,
വഖുൽ ലഹുമാ ഖൗലൻ കരീമ, നല്ല മാന്യമായ വാക്ക് പറയണം അല്ലേ. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എന്നെ ചെറുപ്പത്തിൽ അവർ പൊറ്റി വളർത്തിയ പോലെ അള്ളാഹു നീ അവർക്ക് കാരുണ്യം ചെയ്യണമേ എന്ന് ദുആ ചെയ്യണം എന്നാണ്. അപ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനും അവരോട് നല്ല വാക്ക് പറയാനും അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും ഒക്കെ കൽപ്പിക്കുന്നിടത്ത് നോക്കൂ, ഉമ്മയും വാപ്പയും പരിഗണിക്കപ്പെടണം എന്നാണ്. ഇപ്പോൾ ചില ആൾക്കാർ വാപ്പാനോട് നല്ലോണം നിൽക്കും, വാപ്പാന പറയുന്നതൊക്കെ അനുസരിക്കും, ഉമ്മാനോട് വേണ്ടാത്തത് പറയും, ചെയ്യാൻ പാടില്ലാത്തതാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. റിളല്ലാഹി ഫി റിളൽ വാലിദൈനി വസുഖ്തുല്ലാഹി ഫി സുഖ്തിൽ വാലിദൈൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസാണത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ലോകം മുഴുവനും ഒരു വനിതാ ദിനം ആചരിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് അള്ളാഹിൻ്റെ കിതാബും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അനുസരിച്ച് അങ്ങ് ജീവിച്ചു പോയാൽ എല്ലാ സ്ത്രീകൾക്കും മാന്യമായ പെരുമാറ്റം കിട്ടും, എല്ലാവർക്കും ആദരവുണ്ടാകും. ഖുർആനിൽ ഒരൊറ്റ ആയത്ത് മതി, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, അവർക്കുണ്ട് എന്ത്, അത് അവർക്കുള്ള ബാധ്യത പോലെ മഅറൂഫായ നിലക്ക്. ഇപ്പോൾ നമ്മൾ പറയല്ലോ ഓൾ അങ്ങനെ ചെയ്യേണ്ടതല്ലേ, അത് ഓളെ ബാധ്യതയല്ലേ, പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ ചുമതലല്ലേ, അവക്കെന്താണ് ഉത്തരവാദിത്തം പറയുന്നത്, അവകാശം. അവകാശത്തെക്കുറിച്ചാണ് ഖുർആൻ അവിടെ പറഞ്ഞത്. അവർക്ക് അവകാശങ്ങളുണ്ട്, അവർക്ക് അർഹതപ്പെട്ട് കിട്ടേണ്ടതുണ്ട്, ബാധ്യത പോലെ തന്നെ മഅറൂഫായ നല്ല നിലയിൽ അവർക്കത് അവകാശമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വളരെ നല്ല നിയമങ്ങളാണ്. ഒരു സമൂഹത്തെ, ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഇണകൾ, വാപ്പയും ഉമ്മയും സഹോദരനും സഹോദരിയും മക്കൾ ആണും പെണ്ണും, ഇവരൊക്കെ നല്ല നിലക്ക് അങ്ങനെ ജീവിച്ചു പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ദുആ തന്നെയല്ലേ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ ഞങ്ങളെ ഇണകളിൽ നിന്ന് നമ്മുടെ മക്കളിൽ നിന്നും ദുരിയാത്തിന ഖുറത അയ്യുൻ കൺകുളിർമയുള്ള ജീവിതം നൽകണമേ എന്നാണ്. ആ കൺകുളിർമല്ലെങ്കിൽ പ്രയാസം തന്നെയാണ്. ഇപ്പോൾ ഒരു പെണ്ണ് എല്ലാ ദിവസവും ഇവളുടെ ഭർത്താവിൽ നിന്ന് ചീത്ത കേൾക്കുക, ഉപദ്രവം സഹിക്കുക, പ്രയാസങ്ങൾ, കളിയാക്കലുകൾ, അവഗണിക്കൽ, ജീവിതം പ്രയാസമല്ലേ, ആണല്ലോ. അപ്പോൾ അതില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരു മനസ്സായി പരസ്പര സ്നേഹത്തിൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിച്ച് പരലോകത്ത് സ്വർഗത്തിലും കുടുംബം അങ്ങനെ ഒന്നായിട്ടാണ്ട് പോകാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയ്യിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉപദേശിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ എത്ര പ്രവർത്തിച്ചാലും, എത്ര ആഗ്രഹിച്ചാലും, എത്ര അധ്വാനിച്ചാലും നമ്മുടെ കർമ്മങ്ങളുടെ പൂർത്തീകരണം അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടി നാം ദുആ ചെയ്യണം. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, നിങ്ങൾക്ക് ഉത്തരം തരും. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, പറയുക നിങ്ങളുടെ ദുആയില്ലെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുകയില്ല എന്ന്. അപ്പോൾ ദുആ ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. രോഗം വന്നാൽ ദുആ ചെയ്യണം, പ്രയാസങ്ങളുണ്ടായ ദുആ ചെയ്യണം, അതുപോലെ തന്നെ നന്മ വരാൻ വേണ്ടി ദുആ ചെയ്യണം. ദുആ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സംഗതിയാണ്. ഇസ്ലാം ദീനിൽ നമുക്കറിയാം എപ്പോഴും ദുആ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ ദുആ ഉണ്ടല്ലോ, മലമൂത്ര വിസർജനത്തിന് ടോയ്ലറ്റിൽ പോകുമ്പോൾ ദുആ ഉണ്ടല്ലോ, ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുമ്പോൾ ദുആ ഉണ്ടല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ ദുആ ഉണ്ടല്ലോ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദുആ ഉണ്ടല്ലോ, പള്ളിയിൽ കയറുമ്പോൾ ദുആ ഉണ്ടല്ലോ, പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ദുആ ഉണ്ടല്ലോ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുആ ഉണ്ടല്ലോ, ഭാര്യാഭർത്തൃ ലൈംഗിക ബന്ധം അതിൻ്റെ മുമ്പ് ദുആ ഉണ്ടല്ലോ അല്ലേ. ഒരാൾ യാത്ര പോവുകയാണെങ്കിൽ അയാൾക്ക് വേണ്ടി ദുആ ഉണ്ടല്ലോ, യാത്ര പോകുന്നവനും ദുആ ചെയ്യുന്നുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ദുആ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്.
നമുക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മൾ ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഈ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നത് നമ്മുടെ ആത്മാർത്ഥത വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ശുദ്ധമാകണം എന്നതും പ്രധാനമാണ്. അതൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഒരാൾ ദുആ ചെയ്യാണ്, പക്ഷേ അയാളുടെ ദുആ അല്ലാഹു സ്വീകരിക്കൂല. അതിൻ്റെ കാരണം മത്അമുഹു ഹറാമുൻ വമൽബസുഹു ഹറാമുൻ വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അവൻ ധരിച്ച വസ്ത്രം ഹറാമാണ്, അവൻ തന്നെ ഹറാമിൽ ഊട്ടപ്പെട്ടതാണ്. ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെയാണ് അവൻ ഉത്തരം കിട്ടുക? പറഞ്ഞത് വിശുദ്ധമായ നല്ല ജീവിതം നയിക്കണം, എന്നിട്ട് ദുആ ചെയ്യണം എന്നുള്ളതാണ്. എല്ലാ ഹറാമിലും ജീവിക്കുകയും എല്ലാ ഹറാമിലൂടെയും സമ്പാദിക്കുകയും ഹറാമായ നിലക്ക് ആഹാരം ഭക്ഷിക്കുകയും ചെയ്തിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് ആ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു സംഗതി, ദുആക്ക് നമുക്ക് നല്ല സംതൃപ്തി ഉണ്ടാവണം, ധൃതി കൂട്ടരുത്. ഇപ്പോൾ നമ്മൾ ദുആ ചെയ്ത ഒരു കാര്യം അല്ലാഹു തആല ചിലപ്പോൾ നമുക്ക് ഉടൻ തന്നെ അതിന് ഉത്തരം തരും. ചില കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉപകാരമാവും. ചില ആവശ്യങ്ങൾ നമ്മൾ ദുആ ചെയ്തിട്ട് അല്ലാഹ് വേണ്ടാന്നും വെച്ചതുണ്ടാവും, അതൊക്കെ ഹൈറിനായിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ ആഗ്രഹിച്ച ചില സംഗതി നടക്കാതെ പോയതുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടാവും. അതിന് കാരണം എന്താ? അത് നമ്മൾ ആഗ്രഹിച്ചതായിരുന്നില്ല വേണ്ടത് എന്നുള്ളതുകൊണ്ടാണ്, അതായിരുന്നില്ല ഉപകാരപ്പെടുക എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ മറ്റൊരു വിഷയം, ഈ ദുആ ചെയ്യുക എന്നതൊരു മനുഷ്യൻ ആത്മാർത്ഥമായി ചെയ്യേണ്ട കാര്യം, അത് സാമ്പത്തികമായ ഒരു ദുആ ഇരപ്പിക്കലാവാൻ പാടില്ലാത്തതാണ്. അതിൽ ആത്മാർത്ഥത അല്ലല്ലോ. ഇപ്പം നോക്കും, മന്ത്രവാദ ചികിത്സ വലിയൊരു വിഷയമാണല്ലോ. അതിങ്ങനെ പോണത് ദുആൻ്റെ മുകളിൽ നിന്നാണ് അത് പോയത്. ഇപ്പം റുഖ്യ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ്, രോഗം വന്നാലൊക്കെയുള്ള പ്രാർത്ഥനയാണത്. അത് മലയാളത്തിൽ മന്ത്രം എന്നർത്ഥം പറഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മന്ത്രവാദം എന്നായി. എന്നിട്ട് ഈ മന്ത്രവാദികളെ സമീപിക്കുക, ജ്യോത്സ്യന്മാരെടുത്ത് പോവുക, ജാതി മതമൊന്നുമില്ലേന്ന്, എന്നിട്ട് അവർ പറയുന്നത് വിശ്വസിക്കുക, അവർ പറയുന്ന പരിഹാരക്രിയ ചെയ്യുക, ജിന്ന് കൂടിക്കെന്ന് പറഞ്ഞ് അടിച്ചിറക്കുക, ഇങ്ങനെയുള്ള പലതും നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല നമ്മളെ ദുആ സ്വീകരിക്കും, നമ്മൾ ദുആ ചെയ്താൽ. അതിനിടയിൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ആവശ്യമേ ഇല്ല, കാരണം അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അസുഖം വന്നപ്പോൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദതൈനിയും ഊതി ശരീരം മുഴുവൻ തടകി. ഉറങ്ങാൻ നേരത്തും അങ്ങനെ ചെയ്യാറുണ്ട്. അതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള സംഗതികളാണ്, അതൊക്കെ ചെയ്യേണ്ടതുമാണ്. ദുആ ചെയ്യുകയും വേണം, ദുആ ചെയ്യണം, ദിക്റ് ചൊല്ലണം, ഖുർആൻ ഓതണം. ഇതൊക്കെ നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതൊക്കെ തന്നെ വേറൊരു വഴിക്ക് കൊണ്ടുപോവുകയും എന്നിട്ട് ആയിരക്കണക്കിന് രൂപ വാങ്ങി. ഇന്നലെ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഇവിടെ മലപ്പുറം ജില്ലയിൽ ഒരു മന്ത്രവാദി വന്നിട്ടുണ്ട്. അയാളുടെ പണി എന്താ പറയുക, ഒരു പൈപ്പിൽ ഇങ്ങനെ ഊതുക ചെയ്യാനാണ്. അത് മുഴുവൻ ഊത്തിന് 10,000 രൂപ, പകുതിയാണ് ഊതെങ്കിൽ 5,000 രൂപ. അപ്പോൾ അത് തമ്മിൽ എന്താ വെച്ചാൽ മുഴുവൻ ഊതി ഒരാഴ്ച കൊണ്ട് രോഗം മാറും, മറ്റേ 14 ദിവസം വേണ്ടി വരുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്? ആര് പറഞ്ഞിട്ടാണ്? അള്ളാഹിൻ്റെ ദീനിലില്ലല്ലോ. അള്ളാഹുവിൻ്റെ റസൂലോ സഹാബത്തോ ഒരസുഖം എന്ന് വന്ന മനുഷ്യനിങ്ങനെ മന്ത്രവാദികളെടുത്ത് കൊണ്ടുപോയും അതിന് പൈസ കൊടുക്കുകയും ചെയ്തിട്ടില്ലല്ലോ. അള്ളാഹിനോട് ദുആ ചെയ്യണം എന്നാണ്. അല്ലാഹു തആലക്ക് അതൊക്കെ മാറ്റിത്തരാൻ കഴിയും. വൈദാ മരീർതു ഫഹുവ യശ്ഫി, എനിക്ക് അസുഖം വന്നാൽ അവനാണ് സുഖപ്പെടുത്തുക. അതുകൊണ്ടാണ് രോഗിയെ സന്ദർശിക്കുമ്പോഴും രോഗികളും പറയേണ്ടത് എന്താ പറയുക? അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖ്മ. അതാണ് ദുആ. അതുപോലുള്ള ദുആകൾ പറയാം, ഖുർആൻ ഓതാം, ദിക്റുകൾ ചൊല്ലാം എന്നല്ലാതെ അത് മന്ത്രം എന്ന് പറഞ്ഞിട്ട് പിന്നെ മന്ത്രവാദം എന്നായി വരരുത്. അങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്താ പറയുക? ഒരു ഹദീസിലുണ്ട്, മൻ അതാ കാഹിനൻ ഔ അറാഫൻ, ഒരാളൊരു കാഹിനിൻ്റെ അടുത്ത് അല്ലെ അറാഫിൻ്റെ അടുത്ത് പോയി. കാഹിന് അറാഫ് എന്ന് പറഞ്ഞാൽ ഈ ഭാവി പറയുന്ന ജ്യോത്സ്യന്മാരാണ്. എന്തെങ്കിലും കണക്ക് കൂട്ടിയും ചിത്രം വരച്ചു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ആളുകൾ. അവരടുത്ത് പോയിട്ട് ഫസദ്ദഖ, അവൻ ഫസദ്ദഖഹു ബിമാ യഖൂലു, അവൻ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ടതിൽ അവൻ കാഫറായിരിക്കുന്നു എന്നാണ്. കാരണം മുഹമ്മദ് നബിക്ക് ഇറക്കപ്പെട്ട ഈ ഖുർആൻ അല്ല ഇസ്ലാം ദീൻ അതിനെ നിഷേധിച്ചവനാണ് എന്നാണ്. അത് ചെയ്യാൻ പാടില്ല എന്നാണ്. നമുക്കങ്ങനെ ഒരു കാഹിനും ഒരു അറാഫും ഒരു ജ്യോത്സ്യനും ഒരു അങ്ങനത്തെ പണികൾ ചെയ്യുന്ന ആൾ ആവശ്യമില്ല എന്നാണ്. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഖുർആനിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായ ഒരുപാട് പ്രവാചകന്മാരുടെ ദുആ വന്നിട്ടുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ, നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒക്കെ ദുആകൾ നമുക്ക് കാണാൻ സാധിക്കും.
മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം ദുആ ചെയ്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ, അള്ളാഹിനോട് ദുആ ചെയ്യാമെന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ധാരാളമായി നമ്മൾ ദുആ ചെയ്യണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നല്ല ഭക്ഷണം കഴിച്ചും നല്ല വസ്ത്രം ധരിച്ചും ഹലാലായ ജീവിതം നയിച്ചുമാകണം. ആ പ്രാർത്ഥനയെ മന്ത്രമെന്നും മന്ത്രവാദമെന്നും ആക്കിയിട്ട് മന്ത്രവാദികൾ വളരുന്ന ഒരു സമൂഹമായി മാറാൻ പാടില്ലാത്തതാണ്. അതും എല്ലാ സമൂഹത്തിലും വ്യാപിക്കുകയാണ്. അതിനെതിരിൽ ഖുർആൻ കൊണ്ട് നമ്മൾ ഈമാൻ കൊണ്ട് ശക്തരായി നിൽക്കേണ്ടതാണ്. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅ്തിയ ലിമാ മനഅത, അല്ലാഹുവേ നീ തന്നതിന് തടയാൻ ആളില്ല, നീ തടഞ്ഞതിന് തരാനും ആളില്ല എന്നതാണ് നമ്മുടെ ഈമാൻ. ഖൈറും ഷെറുമായ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്നാണ് സംഭവിക്കുന്നത് എന്ന് നമ്മുടെ ഈമാനിൻ്റെ ഭാഗവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ. ഇന്നിവിടെ നമ്മൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കലക്ഷൻ നടത്തും. അത് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും മരുന്ന് കൊടുക്കാനും മറ്റ് സഹായങ്ങൾക്കുമാണ്. അതിലേക്ക് സഹായം ചെയ്യണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനും റഹീമുമായ അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശമുള്ളതാക്കി കൊടുക്കുകയും ചെയ്യണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും പീഡനങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, ഞങ്ങളോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാ ആളുകളുടെയും എല്ലാ സ്വാലിഹായ ഉദ്ദേശങ്ങളെയും നീ പൂർത്തീകരിച്ച് തരണമേ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ നീ ശിഫയാക്കി തരണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.